സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അഞ്ജലി പോലെ ഞാൻ നിന്നു. സന്യാസിനി ഹായ് മക്കളെ. അപ്പോഴേ ഇന്ന് രാവിലെ അമ്മ ചായ കുടിക്കാൻ പോവാണ്. ഇന്ന് അമ്മ രാവിലെ ചായ കുടിക്കുന്നത് കട്ടൻ ചായയാണ്. അപ്പോൾ എല്ലാ മക്കളും കട്ടൻ ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അമ്മ കട്ടൻ ചായ കുടിക്കണം. രാവിലത്തെ കാപ്പിയുടെ സാധനങ്ങളാണ്. അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങ ചില്ലിയിട്ടിട്ടുണ്ട്, പിന്നെ കിഴങ്ങുകറിക്കുള്ള മലക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്, അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കുക്കറിൽ കിഴങ്ങ് വേവിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ ഇതെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോഴും അമ്മ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടിയപ്പം വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ചട്ടി വെച്ച് കറി കിഴങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലോട്ട് വെളിച്ചെണ്ണ അമ്മ ഒഴിച്ചു. ഇനി 2 കടുക് ഇടണം. രണ്ട് കടുകിട്ട് പിന്നെ അമ്മ അതിലോട്ട് സവാള, ബീൻസ്, പിന്നെ കിഴങ്ങ് വേവിച്ചത് ഇപ്പോൾ ഇടത്തില്ല. വേവിച്ചത് 2-3 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് കിഴങ്ങ് ഇറച്ചി. അപ്പോൾ അമ്മ സവാള കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് സവാള ഇടുവാണ്. കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടത് അല്ലാതെ അമ്മ ഇട്ടിട്ടില്ല. വളരെ കുറച്ച് ഉപ്പമ്മ ഇടുന്നുണ്ട് ഇതിലോട്ട്. വളരെ കുറച്ച് ഉപ്പമ്മ ഇടുന്നുണ്ട്. സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് സവാള. ഇത് നമുക്കിതിലോട്ട് ബീൻസും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ബീൻസും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. സവാളയും ബീൻസും പച്ചമുളകും ചെറുതായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നമുക്കിതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം കിഴങ്ങും കൂടെ ഇട്ട് നമുക്ക് ചെറിയ തീയിൽ വഴറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് വേവിക്കാം. വേവട്ടെ. ഇതൊന്ന് ചെറുതായിട്ട് പൊടുന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് ബീൻസും സവാളയും പച്ചമുളകും എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇതിലോട്ട് അരപ്പ് തേങ്ങ, പെരുംജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ അരച്ചതാണ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. കിഴങ്ങകത്തോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് വളരെ കുറച്ച് വെള്ളം ഇതിലോട്ട് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ അത് തിളക്കരുത്. ചെറുതായിട്ടൊന്ന് അനങ്ങ് ചൂടായി വരുമ്പോൾ നമുക്ക് കിഴങ്ങ് ഓഫ് ചെയ്യണം. ഇത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് തരും. ഉപ്പിട്ട് നമുക്ക് ഇത് കണ്ടോ, നല്ല സൂപ്പർ കിഴങ്ങ് കറി കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നമ്മൾ സൂപ്പർ കിഴങ്ങ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ചൂട് മതി. ഈ ഇരുന്ന് തന്നെ ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ അതുകൊണ്ട് അനന്നോളും.
അപ്പോഴേ അമ്മ ദാണ്ടെ ഇടിയപ്പം പുഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഇടിയപ്പത്തിൻ്റെ ബാക്കി കുറച്ച് മാവ് എടുത്തിട്ട് ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് നല്ല നമ്മുടെ കിഴങ്ങ് കറി. അപ്പോൾ അമ്മ ദാണ്ടെ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടിയപ്പം എടുത്ത് ആ ഒരു ഉണ്ട കഷ്ണം അതും എടുത്ത് നമ്മളതാ സൂപ്പർ കിഴങ്ങ് കറി കണ്ടോ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് എല്ലാ മക്കളും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. നല്ല അടിപൊളിയാണ്, നല്ല ഇടിയപ്പം, നല്ല കിഴങ്ങ് കറി. അപ്പം എല്ലാ മക്കളും രാവിലെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. അപ്പം അമ്മ ആഹാരം കഴിക്കുകയാണ്. അമ്മച്ചി കൊല്ലത്ത് വന്നിട്ട് പോകണം, പോയിട്ട് വരാം. ടാറ്റാ. അപ്പം അമ്മ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ പഴഞ്ചോറ് ഇന്നത്തെ പഴഞ്ചോറ് ഇരിപ്പുണ്ട്. അപ്പം അമ്മ ഇതാണെന്ന് കഴിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം. പഴഞ്ചോറിലോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്, കുറച്ച് ഉപ്പ്. പിന്നെ ഒരു അടിപൊളി സാധനമുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മുടെ ലവലോലിച്ച ഉപ്പിലിട്ടതാണ്. കാന്താരി മുളകൊക്കെ ഇട്ട് അമ്മൂട്ടത്തിലിട്ട് വെച്ചതാണ്. അപ്പം ഇതാ കണ്ടോ നല്ല സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ആ ലവലോലിച്ച നമുക്ക് 2 ലവലോലിച്ച ഇടാം. ഉണ്ട് ലവലോലിച്ച. പിന്നെ കാന്താരി ഉണ്ട് ഇതവിടെ ഉണ്ട്. കാന്താരി 2-3 കാന്താരി 4-5 എടുത്ത് കാന്താരി. പിന്നെ നല്ല മാങ്ങാച്ചാറ്, അമ്മ ഇട്ട് വെച്ച മാങ്ങാച്ചാറില്ലേ അത്. അപ്പം ആ മാങ്ങാച്ചാറും കാന്താരിയും ആ ലവലോലിച്ച അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മാങ്ങാച്ചാറും കാന്താരിയും ഇട്ട് ഈ പഴഞ്ചോറിലിട്ട് അമ്മ നല്ല പോലെ ഞെവിടെയാണ് ഞെവിടുക, നല്ല പോലെ ഞെവിടണം. ഞെവിടിയാൽ മാത്രമേ ആ രുചി കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. ആ മാങ്ങാച്ചാറിൻ്റെയും കാന്താരി മുളക് ഉപ്പിലിട്ടതിൻ്റെയും ഒക്കെ ആ രുചിയാണ്. ഞെവിടി കഴിക്കുകയാണ് ഉച്ചയ്ക്ക്. അടിപൊളി ടേസ്റ്റുള്ള എല്ലാ മക്കളും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ? അപ്പം അമ്മയിൽ കഴിക്കട്ടെ കേട്ടോ. അമ്മയുടെ ചെമ്പരത്തി. അപ്പോൾ അമ്മയുടെ ചെമ്പരത്തി കഥ പൂവാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അമ്മ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മണി 4 ആയിട്ടുണ്ട്. ആണ്ടേ നമ്മുടെ ഗോതമ്പ് മാവ് വെച്ചിട്ടുണ്ട്. ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് 4 മണിക്ക് കഴിക്കട്ടെ. അപ്പോൾ അമ്മ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ചിക്കൻ പീസ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. കുറേ നേരം വെച്ച് നമുക്ക് കുറച്ച് ചെറിയ കുഞ്ഞു പീസാക്കി നമുക്കത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ദിവസം വെളുത്തുള്ളി കൂടി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആവട്ടെ. നല്ലവണ്ണം മുറ്റിച്ചെടുക്കാം. അപ്പോൾ അമ്മ ഇട്ട ചിക്കൻ പീസുകളൊക്കെ മൂക്കുവാണ്. ചെറിയ കുഞ്ഞു പീസുകളാണ്. അത് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. അമ്മ ഇവിടെ ചേർക്കുന്നു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കട്ടോ. നുള്ളു മഞ്ഞൾപ്പൊടി. പിന്നീട് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടി. കുറേ നമുക്ക് ചെറിയ എരിക്ക് വേണ്ടിയാണ്. സ്പൈസ് ഒരു ചെറിയ എരിയാണ്, അതിന് വേണ്ടി അമ്മ ചേർത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ചേർക്കാം. അപ്പം നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ഈ ചിക്കൻ ഫ്രൈയിലോട്ട് നമുക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർക്കാം. അതെ, ഒരു ചെറിയ ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ 2 ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ഇതിനകത്തോട്ട് ചേർക്കാം.
എന്നിട്ട് നമ്മളിതിൻ്റെ കൂടെ സ്ക്വയറായിട്ട് വെച്ചേക്കുന്ന സവാള, ക്യാപ്സിക്കം ഇല്ലാമരുടെ കൊണ്ട് ക്യാപ്സിക്കം ഇടുന്നില്ല, സവാള വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് വയണ്ട് കിടക്കും, ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ്. അപ്പോൾ അമ്മയുടെ താണ്ട് ചെറിയ രീതിയിലുള്ള ചിക്കൻ ചില്ലി ഇവിടെ റെഡിയായിട്ടുണ്ട്. അമ്മ ഇത് ഇനി ഓഫ് ചെയ്യുവാണ്, തീ ഓഫ് ചെയ്യുവാണ്. നമുക്ക് 2 ചപ്പാത്തി, അമ്മയുടെ രാത്രിത്തെ ആഹാരം 2 ചപ്പാത്തിയാണ്. എല്ലാ മക്കളും രാത്രിത്തെ ആഹാരമൊക്കെ കഴിച്ചോ. അപ്പോൾ അമ്മ കുറച്ച് ചിക്കൻ ചില്ലി ഇതിനകത്തിട്ട് ചപ്പാത്തി കഴിച്ച് നോക്കട്ടെ. ഒരുപാട് സോസൊന്നും ഇട്ടിട്ടില്ല അമ്മ, വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നോക്കാം. അടിപൊളി ടേസ്റ്റാണ് മോളെ, അടിപൊളി സൂപ്പർ. നമുക്ക് കുറച്ച് സോസും കുറച്ച് അപ്പോൾ ക്യാപ്സിക്കവും ടൊമാറ്റോ സോസും അമ്മയ്ക്ക് കുറവായിരുന്നു. ക്യാപ്സിക്കം ഇല്ലായിരുന്നു, ടൊമാറ്റോ സോസ് വളരെ കുറച്ച് ടൊമാറ്റോ സോസും ഒരു ക്യാപ്സിക്കവും കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ഇത് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചെന്നാണ് വിശ്വസിക്കുന്നു. എല്ലാ മക്കളും അങ്ങനെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.